ഹലോ, ഞാനിപ്പോൾ റീസെൻ്റ്ലി ചെയ്യുന്ന ആ ഒരു ഹെയർ സ്റ്റൈൽ ഒന്ന് കാണിക്കാമെന്ന് വിചാരിച്ച് വന്നതാണ്. വേറൊന്നുമല്ല, 2-3 വീഡിയോയിൽ ഞാൻ ആ ഒരു ഹെയർ സ്റ്റൈൽ ചെയ്തപ്പോൾ എന്നോട് ചോദിച്ചിട്ടുണ്ടായിരുന്നു ഈ ഹെയർ സ്റ്റൈൽ ഒന്ന് കാണിക്കുമോയെന്ന്. ഇനിയിപ്പോൾ എൻ്റെ മക്കട്ട് കയറാൻ വരണ്ട, ഈ ഹെയർ സ്റ്റൈലൊക്കെ കാണിക്കുമെന്ന് ആരാ ചോദിക്കുന്നതെന്ന് ചോദിച്ചുകൊണ്ട് എന്നോട് ഒരാളെങ്കിൽ ഒരാൾ ചോദിച്ചല്ലോ, അവർക്ക് വേണ്ടി ഞാൻ ചെയ്ത് കാണിക്കും. അപ്പോൾ നമ്മൾ ഫസ്റ്റ് സെൻറ്റർ പാർട്ടീഷൻ എടുത്തിട്ട് കുറച്ച് മുടി ബാക്കിലേക്ക് എടുത്തിട്ട് അതൊന്ന് പിരിച്ചു കൊടുക്കണം. എന്നിട്ട് അതിൻ്റെ തൊട്ട് പുറകിലുള്ള മുടി എടുത്തിട്ട് അതും അതിനോടൊപ്പം തന്നെ പിരിച്ചു കൊടുക്കുക. അങ്ങനെ പിരിച്ച് നമ്മുടെ ചെവിയുടെ ആ ഒരു സൈഡ് വരെയുള്ള മുടിയും എടുത്ത് പിരിച്ചിട്ട് നമ്മുടെ ടിക് ടിക് ക്ലിപ്പില്ലേ, ആ ക്ലിപ്പ് വെച്ചോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു സാധനം വെച്ചിട്ട് സെക്യൂർ ചെയ്ത് കൊടുക്കുക. ഇത്രയേ ഉള്ളൂ ഈ ഒരു ഹെയർ സ്റ്റൈലിൻ്റെ പണി എന്ന് പറഞ്ഞാൽ. അപ്പോൾ ഇപ്പുറത്തെ സൈഡൂടെ ചെയ്ത് കൊടുക്കാം. ഫസ്റ്റിലത്തെ പോലെ തന്നെ മുടി കുറച്ചെടുത്തൊന്ന് പിരിച്ചു കൊടുക്കുക. എന്നിട്ട് അതിൻ്റെ തൊട്ട് താഴത്തുള്ള മുടി അതിനോടൊപ്പം തന്നെ എടുത്തൊന്ന് പിരിച്ചു കൊടുക്കുക. അവിടെ കറക്റ്റ് ചെയ്ത് വരണം, ഇല്ലെങ്കിൽ ഒരുമാതിരി കോഞ്ചാണ്ടിച്ചിരിക്കും. പിന്നെ ഞാൻ നിങ്ങൾക്ക് പറയുന്നത് മനസ്സിലാവുന്നില്ലെങ്കിലും കാണുമ്പോൾ തീരെ മനസ്സിലാവത്തില്ലായിരിക്കും. ഇത് നോർമലി എല്ലാവരും ചെയ്യുന്ന ഹെയർ സ്റ്റൈൽ തന്നെയാണ്. എനിക്കിതൊരു 100 പ്രാവശ്യം ചെയ്യുമ്പോഴാണ് ശരിയാവുന്നത്. എന്തോ ദൈവഭാഗ്യം കൊണ്ട് ഇന്നൊരു പ്രാവശ്യം ചെയ്തപ്പോഴേ ശരിയായി. അങ്ങനെ ഇപ്പുറത്തെ സൈഡും ചെയ്തിട്ട് നമ്മൾ ക്ലിപ്പ് വെച്ചിട്ട് സെക്യൂർ ചെയ്ത് കൊടുക്കുക. അതാ ഇത്രയേ ഉള്ളൂ, സിമ്പിളായിട്ടുള്ളൊരു ഹെയർ സ്റ്റൈലാണ്. ട്രഡീഷണലായിട്ടൊക്കെ ഒരുങ്ങുവാണെങ്കിൽ നല്ല ഭംഗിയായിരിക്കും കാണാൻ. എന്നിട്ട് നമ്മൾ ആ കൃതാബിൻ്റെ അടുത്ത കുറച്ച് മുടിയും പിന്നെ നമ്മുടെ കുറുനരികളെയൊക്കെ കൂടെ ഇട്ട് കൊടുത്ത് കഴിയുമ്പോഴത്തേക്കും നമ്മുടെ ഹെയർ സ്റ്റൈൽ റെഡി ആയി കഴിഞ്ഞു. അപ്പോൾ എല്ലാവർക്കും ബൈ ബൈ.